നമസ്കാരം. രണ്ടാം തവണ അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് തൻ്റെ 4 വർഷത്തെ ഭരണം പൂർത്തിയാക്കുമ്പോൾ അമേരിക്കയിൽ ചില മാറ്റങ്ങൾ വരുത്തും എന്ന് ഉറപ്പിച്ചു പോവുകയാണ്. ആർക്കും തിരുത്താൻ കഴിയാത്ത വിധത്തിൽ ചില കാര്യങ്ങൾ ചെയ്തേ മടങ്ങൂ എന്ന് ട്രംപിന് വാശിയുണ്ട്. ആ വാശിയുടെ ഭാഗമായി ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ട്രംപ് നടത്തുന്നത്. ഈ പ്രഖ്യാപനങ്ങളെല്ലാം അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിലാണ്. പക്ഷേ ഒരു 10% വാസ്തവത്തിൽ ലോക താല്പര്യങ്ങൾക്കെതിരാണ്. എന്നാൽ 90% ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ കയ്യടിയും സ്വീകാര്യതയും നേടുന്നു. ട്രംപിൻ്റെ അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭീകരവാദത്തെ ഇല്ലാതാക്കുക എന്നതാണ്. പലപ്പോഴും ഭീകരവാദങ്ങൾ, തീവ്രവാദ ആക്രമണങ്ങളൊക്കെ പോരാട്ടത്തിൻ്റെ പേരിൽ, പോരാളികളുടെ പേരിൽ മഹത്വവൽക്കരിക്കുന്ന ഒരു കാലമാണ് നമ്മുടേത്. വോക്കിസം എന്ന് പറയുന്ന ഒരു രോഗം തന്നെ അതിൻ്റെ ഭാഗമായുണ്ട്. നിലവിലുള്ള വ്യവസ്ഥാപിത രാജ്യങ്ങൾക്കെതിരെ ആഭ്യന്തരമായി നടക്കുന്ന സമരങ്ങൾ പോലെയല്ല ആയുധം എടുത്തുകൊണ്ട് ആ ഭരണകൂടത്തെ തന്നെ നിശ്ചലമാക്കുന്ന തരത്തിൽ നടക്കുന്ന സമരങ്ങൾ. വാസ്തവത്തിൽ അത് ഭീകര സംഘടനകളാണ്. ഫലസ്തീനിൽ ഹമാസ് അടക്കമുള്ള സംഘടനകൾ നടത്തുന്ന സമരം, ഞാൻ ആ വാക്ക് കൃത്യമായി ഉപയോഗിക്കുന്നു, സമരം അവരുടെ മോചനത്തിന് വേണ്ടിയും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുമാണെങ്കിൽ മനസ്സിലാക്കാം. എന്നാൽ അത് സമരവും പോരാട്ടവും അല്ലാതെ ഭീകരവാദ പ്രസ്ഥാനമായി മാറുന്നത് ഇസ്രയേലിനെയും ജൂതന്മാരെയും തുടച്ചു നീക്കുക എന്ന അജണ്ടയിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അങ്ങനെ ഇസ്രായേലിനെ തകർക്കുക, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയെ തകർക്കുക, ജൂത സമൂഹത്തെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന പല ഭീകര സംഘടനകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസാണ്, രണ്ടാമത്തേത് ഹിസ്ബുള്ളയാണ്, മൂന്നാമത്തേത് ഹൂത്തികളാണ്. ഈ 3 ഭീകര സംഘടനകളെയും ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുക എന്നത് ട്രംപിൻ്റെ ദൃഢപ്രതിജ്ഞയാണ്. ഏതെല്ലാം തരത്തിൽ പോരാളികളെന്ന് വിളിച്ച് മഹത്വവൽക്കരിച്ചാലും മനുഷ്യത്വത്തോട് കൂറുള്ളവർക്ക് ഈ ഭീകര സംഘടനകളെ ന്യായീകരിക്കാൻ കഴിയില്ല. ഹമാസിനെയും ഹിസ്ബുള്ളയെയും കൈകാര്യം ചെയ്യാൻ ഇസ്രായേലിന് അറിയാം. അമേരിക്കയുടെ പിന്തുണ കൂടി ഉണ്ടായതോടുകൂടി അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും അടിവേരെ ഇസ്രായേൽ ഏതാണ്ട് മാന്തിക്കഴിഞ്ഞിരിക്കുന്നു. നേതാക്കന്മാരെ നിശ്ചയിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. കാരണം അവരുടെ തലവന്മാരെ നിയമിതരായി ഏറെ വൈകാതെ ഇസ്രായേൽ തട്ടിക്കളയും. അത്തരത്തിൽ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഇസ്രായേൽ ഉണ്ടാക്കി നീങ്ങുകയാണ്. അവരെ പിന്തുണച്ചിരുന്ന ഇറാന് മൗനം പാലിക്കേണ്ടി വന്നു. പിന്നെ മൂന്നാമത്തെ ഭീകര സംഘടന ഹൂത്തികളാണ്. ഹൂത്തികളുടെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഇസ്രായേൽ ഉണ്ടെങ്കിലും ഹൂത്തികൾ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൂത്തികൾ പലപ്പോഴും അവരുടെ സാമീപ്യമുള്ള ചെങ്കടലിൽ ആക്രമണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചെങ്കടലിലെ കപ്പൽ ഗതാഗത നീക്കത്തെ അവർ തടസ്സപ്പെടുത്തുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ബ്രിട്ടൻ്റെയും ഒക്കെ കപ്പലുകളെയാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കപ്പൽ പാതയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹൂത്തികൾ ഏതാണ്ട് 2 കപ്പലുകൾ മുക്കിയിട്ടുണ്ട്. ഒരു കപ്പൽ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. 4 കപ്പൽ ജീവനക്കാർ ഈ അട്ടിമറിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെങ്കടലിൽ അസ്വാരസ്യമുണ്ടാക്കിക്കൊണ്ട് ഹൂത്തികൾ രംഗത്ത് വന്നപ്പോൾ അമേരിക്ക രംഗത്തിറങ്ങി. അമേരിക്ക ഒരു വലിയ പടക്കപ്പലിനെ, USS ഹാരി എസ് ട്രൂമാൻ എന്ന വലിയ പടക്കപ്പലിനെ ചെങ്കടലിലേക്ക് അയച്ചു. അവിടെ നങ്കൂരമിട്ടിരിക്കുന്നു. ഈ പടക്കപ്പലിന് യുദ്ധം നയിക്കാൻ ശേഷിയുള്ള ആയുധ ശേഖരം, യുദ്ധവിമാനങ്ങൾ അടക്കമുണ്ട്. ഈ ഹാരി എസ് ട്രൂമാൻ മാത്രമല്ല, മറ്റു പല കപ്പലുകളും ചെങ്കടലിന് കാവലൊരുക്കി കഴിയുന്നു. അതിനുശേഷം കാര്യമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഹൂത്തികൾ ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തും. പ്രത്യേകിച്ച് ഹിസ്ബുള്ള പത്തിമടക്കി മാളത്തിൽ കഴിയാൻ തുടങ്ങിയതോടെ ഇറാൻ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഹൂത്തികളെ മാത്രമാണ്. ഇറാനും ഹിസ്ബുള്ളയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏതാണ്ടൊക്കെ ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ആയുധ ശേഖരങ്ങളൊന്നും കൈമാറാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഇറാന്റെ പിന്തുണയോടെ ഇപ്പോൾ തലപൊക്കി നിൽക്കുന്ന ഏക ഭീകര സംഘടന ഹൂത്തികളാണ്. ഹൂത്തികളെ ഇസ്രായേൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാറില്ല. അവിടെയാണ് അമേരിക്ക നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ശനിയാഴ്ച രാത്രി അമേരിക്കയുടെ ഹാരി എസ് ട്രൂമാൻ എന്ന പടക്കപ്പലിൽ നിന്നും അമേരിക്കയുടെ മറ്റ് സന്നാഹങ്ങളിൽ നിന്നും വലിയ ആക്രമണം യമനിലേക്കുണ്ടായി. യമനിൻ്റെ തലസ്ഥാനം സനയാണ്. സനയിൽ മാത്രമല്ല, യമനിലെ ഹൂത്തികൾക്ക് നിയന്ത്രണമുള്ള തുറമുഖം അടക്കമുള്ളവ ആക്രമിക്കപ്പെട്ടു. ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 53 പേർ കൊല്ലപ്പെട്ടുവെന്ന, 2 സ്ത്രീകളും 5 കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ ഉണ്ടെന്ന് യമനീസ് വിമത സർക്കാരിൻ്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. 53 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ കൊല്ലപ്പെട്ടവരെല്ലാം ഹൂത്തികളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ്. അവരെ ലക്ഷ്യമാക്കിയാണ് യുദ്ധം നടത്തിയതെന്ന് അമേരിക്ക പറയുന്നു. വാസ്തവത്തിൽ ഹൂത്തികൾക്ക് ഇതുപോലൊരു തിരിച്ചടി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ ഹൂത്തികളുടെ ചരിത്രം പരിശോധിച്ച് നോക്കണം. 90കളുടെ പശ്ചാത്തലത്തിൽ ഹിസ്ബുള്ളയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇറാന്റെ പിന്തുണയോടുകൂടി ആരംഭിച്ചതാണ് ഹൂത്തികൾ എന്ന പ്രസ്ഥാനം. ഹൂത്തികൾ എന്ന് പറഞ്ഞൊരു ഗോത്രവർഗ വിഭാഗമാണ്. ഈ ഗോത്രവർഗക്കാരാണ് ഹൂത്തികൾ എന്ന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. ഇതിന് തുടക്കക്കാരൻ
ഹുസൈൻ അൽ ഹൗത്തി എന്ന് പറയുന്ന ആളായിരുന്നു. ഹിസ്ബുള്ളയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയ പ്രസ്ഥാനമായി തുടങ്ങി. ഹിസ്ബുള്ളയെ പോലെ തന്നെ പിന്നീട് അതൊരു വിമത പ്രസ്ഥാനമാക്കി മാറ്റിയതാണ്. അന്ന് യമന്റെ പ്രസിഡന്റായിരുന്ന അലി അബ്ദുള്ള സലേഹിക്കെതിരെയായിരുന്നു ഹൂത്തികളുടെ പ്രക്ഷോഭമൊക്കെ. എന്തായാലും സ്ഥാപകനായ ഹുസൈൻ അൽ ഹൗത്തി യമൻ പട്ടാളത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ഹുസൈന്റെ സഹോദരനായ അബ്ദുൽ മാലിക് അൽ ഹൗത്തി പിന്നീട് ഹൂത്തികളുടെ ചുമതല ഏറ്റെടുത്തു. പിന്നീട് അറബ് വസന്ത വിപ്ലവമൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ഭാഗമായി അവർ മുമ്പോട്ട് പോവുകയും സനയും വടക്ക് തെക്ക് യമന്റെ മിക്ക ഭാഗങ്ങളും അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര സമൂഹം അവർ അംഗീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോഴും യമന്റെ നിയന്ത്രണം ഹൂത്തികളുടെ കയ്യിലാണ്. ഹൂത്തികൾ ഹമാസ് ഭരിക്കുന്നത് പോലെ സമാന്തര ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ തിരിച്ചു പിടിക്കാൻ യമൻ സൈന്യത്തിന് സാധിച്ചിട്ടില്ല. അന്ന് ഹൂത്തികൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയത് സൗദി അറേബ്യയും UAEയും ചേർന്നായിരുന്നു. അത് വലിയ യുദ്ധമായി പടർന്നു. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. യമൻ പട്ടിണിയിലേക്ക് മാറി. സൗദിയുടെയും UAEയുടെയും ഒക്കെ തൊട്ടയൽപക്കത്ത് ഒരു പട്ടിണി രാജ്യം രൂപപ്പെട്ടത് ഈ കലാപകാലത്താണ്. ഇന്നും യമൻ പട്ടിണി രാജ്യമാണ്. ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തത് കൊണ്ട് കുട്ടികൾ കൊല്ലപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ. ആ ഒരു യുദ്ധവും സംഘർഷവും തുടരുകയാണ്. ഹൂത്തികൾക്ക് ഇസ്രായേലിനേക്കാൾ വലിയ ശത്രു സൗദി അറേബ്യയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഹൂത്തികളെ തീർക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഹൂത്തികൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കൊടുക്കുക സൗദിയും UAEയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം വിരുദ്ധ യുദ്ധമായി ആരും വ്യാഖ്യാനിക്കില്ല. ട്രംപിനെ പിന്തുണയ്ക്കുന്നത് സൗദിയും UAEയും ആയിരിക്കും. അങ്ങനെ ഹൂത്തികളെ തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ട്രംപ് രംഗത്തിറങ്ങിയിരിക്കുന്നു. ട്രംപ് പറഞ്ഞു, നിങ്ങളുടെ സമയം അസ്തമിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് രംഗത്തിറങ്ങിയത്. ഹൂത്തികൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. അവർ കുറേയധികം ഡ്രോണുകളും മിസൈലുകളും ചെങ്കടലിലേക്ക് അയച്ചു. ചെങ്കടലിലെ അമേരിക്കൻ പടക്കപ്പലിന്റെ പരിസര പ്രദേശത്ത് പോലും എത്തിയില്ല. ഹൂത്തികൾ അവകാശപ്പെടുന്നു ഞങ്ങൾ കപ്പൽ തകർത്തെന്നൊക്കെയാണ്. പക്ഷെ പരിസര പ്രദേശത്ത് പോലും എത്തിയില്ല എന്ന് അമേരിക്ക പറയുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ അത് നിർവീര്യമാക്കി കളഞ്ഞു. ഇറാൻ ആവട്ടെ മിണ്ടാതിരിക്കുകയാണ്. ഇറാൻ അറിയാം ഹൂത്തികളെ കയറി അടിച്ചു, അതിലിടപെട്ടാൽ സ്വാഭാവികമായും പണി കിട്ടുമെന്നറിയാം. ഇറാൻ അതിനുള്ള ധൈര്യമില്ല. ഇറാൻ നിശബ്ദതയിൽ പിൻവലിഞ്ഞിരിക്കുന്നു. ഹൂത്തികൾ വാചകമടിയിൽ മാത്രം ഒതുക്കിയിരിക്കുന്നു. ട്രംപ് ഹൂത്തികളെ തീർക്കും, ഇസ്രായേലിന് ആ പണി വിട്ടുകൊടുക്കില്ല, അത് സൗദിയുടെയും UAEയുടെയും സഹായത്തോടെ തീർക്കുമെന്ന വാശിയിൽ രംഗത്തിറങ്ങിയിരിക്കുന്നു. ലോകം ആശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ്. എല്ലാ ഭീകര സംഘടനകളും ഇല്ലാതാവണം. ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും. ഹിസ്ബുള്ളയും ഹമാസിനെയും തീർക്കാനുള്ള ഉത്തരവാദിത്വം ഇസ്രായേൽ നിറവേറ്റുമ്പോൾ ഹൂത്തികളെ തീർക്കാനുള്ള ഉത്തരവാദിത്വം സൗദിയുടെയും UAEയുടെയും സഹായത്തോടെ അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നു, ട്രംപ് ഏറ്റെടുത്തിരിക്കുന്നു. ലോകം കൂടുതൽ സമാധാനമുള്ളതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം.